ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ടു സെഡ് ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ്. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ വലിയ ആവാൻ പോയി. ഇന്ന് മറ്റന്നാണ് വലിയ നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമുക്ക് വലിയ നമുക്ക് ചെറുപെരുന്നാൾ ഇതേമാതിരി നമ്മൾ ലേറ്റ് കെട്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് വലിയ ലേറ്റ് കെട്ടാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ വലിയ ആദ്യത്തെ ചെറുപെരുന്നാളായിരുന്നു മറ്റേത്. ഇത് ആദ്യത്തെ വലിയ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് മുമ്പിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയ്ക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടെ ആർച്ച് എന്ന് പറയുന്നത്. കയറി വരുന്നാൾ നമ്മൾ വേറെ ലൈറ്റ് ഒക്കെ ഇട്ടൊരു സെറ്റപ്പ് ആയിരുന്നു. ഈ വർഷം സ്ക്വയർ ഇവിടെ ആയിട്ട് കാണാം. നമുക്ക് ഇതേമാതിരി നമുക്ക് സ്ക്വയർ അടിച്ച് അത്യാവശ്യം നല്ല വൃത്തിയിൽ കുറച്ച് ലൈറ്റ് തന്നെ ഉള്ളൂ. പാറ് കുറച്ചാണ്, ഒരു 2 4 നമ്മൾ ഇന്ന് വെക്കാമെന്ന് പറയുന്നത് അന്ന് വെച്ച അതേ സ്റ്റുഡിയോ മാസ്റ്ററിന്റെ മോണിറ്റർ നമുക്ക് വെക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നൊന്നും വെക്കില്ല, നാളെ മറ്റന്നൊക്കെ ആയിട്ട് വെക്കുള്ളൂ. നമുക്ക് ഇത് കെട്ടേണ്ട പരിപാടിയൊക്കെ നടക്കാം കേട്ടോ. ഇതാ കയറി നമുക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് 4 പൂല് കെട്ടിയിട്ട് കാണാം കേട്ടോ. നമ്മളിതാ നമ്മുടെ പരിപാടി സ്ഥലം ഒന്ന് മാറ്റി. നമ്മൾ ബാക്കിൽ മറ്റേ പെട്ടിയൊക്കെ കെട്ടി ആർച്ചാക്കാൻ വിചാരിച്ചു. പക്ഷെ നമ്മൾ ചെറുതായിട്ട് പ്ലാനൊന്ന് മാറ്റി. നമ്മൾ 4 കാല് വെച്ചിട്ട് സ്റ്റാൻഡ് അടിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ കയറ് ടൈറ്റ് ആവുള്ളവർ. അപ്പോൾ നമ്മളിതാ അന്ന് ചെയ്ത മാതിരി തന്നെ 2 അപ്പുറത്ത് ഫ്ലെക്സിന് സ്റ്റാൻഡ് ഇട്ടു. മേലൊരു ഇത് ആദ്യം ഇപ്പോൾ ചെയ്തതാണ് കേട്ടോ. മേലൊരു 2 ഫ്ലഡ് ഇട്ടു, 100-ൻ്റെ വാമ്. പിന്നെ നമ്മളുണ്ടാക്കിയ തോരനാണ് പിക്സലും കൊണ്ട് 1.5-ൻ്റെ വയറും കൊണ്ട് നമ്മളെ വീട്ടിൽ വേറുണ്ടായിരുന്ന 1.5-ൻ്റെ വയറ് വേറുണ്ടായിരുന്ന ലൈറ്റ്, അതായത് പിക്സല് നമ്മൾ തന്നെ വൃത്തിയാക്കി നല്ല കത്തിനൊക്കെ നോക്കി ചെയ്ത് അടിച്ചെടുത്താണ് കേട്ടോ. നമ്മൾ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താണ്. പിന്നെ നമ്മൾ എപ്പോഴും വയ്ക്കുന്ന ലേസർ ഉണ്ട്, നമ്മുടെ നെയിം ബോർഡ്. പിന്നെ നമ്മൾ ഇവിടെ ഫ്ലഡ് അവിടെ ഫ്ലഡ് വെച്ചു. ഇവിടെ ഒരു ഗ്രീന് ടോപ്പിക്ക് നമ്മുടെ പ്ലാവിക്ക്. പിന്നെ ഇവിടെ ഒരു 200ആണിത്. പക്ഷേ 100 കത്തുള്ളൂ, പകുതി പോയി കിടക്കുകയാണ്. ഒന്ന് കൊയ്യൊക്കെ അടിച്ചു. ഇനി ഇത് വയറിങ് ഇടയൊക്കെ നാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നാളെ നോക്കാം കേട്ടോ. ഡേ നമ്പർ 2 കട്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇന്നലെ ചെയ്തെടുത്ത വർക്കാണ് കാണിച്ചു കൊടുത്തേ. നമ്മൾ ഇന്നലെ 2 ഫ്ലഡ് വെച്ചു. സീരിയൽ നമ്മളിവിടെ ഉണ്ടാക്കിയ തൂക്കുകൾ പിക്സലും കൊണ്ട് ഉണ്ടാക്കിയത് നമ്മളിവിടെ വെച്ചു. പിന്നെ നമ്മുടെ ലേസർ വെച്ചു. പിന്നെ നമുക്ക് അങ്ങോട്ടൊരു പച്ച വെച്ചു, ഇതിക്കൊരു പച്ച വെച്ചു. അപ്പോൾ അതാണ് ഇന്നലെ നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ LED പാർ അടിച്ചു വെക്കണം. LED പാർ എസ്പ്രോൻ്റെ LED പാർ നമ്മൾ വെക്കുന്നത്. നമുക്ക് വെക്കുന്നതിൽ കിടക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ LED പാർ വെറ്റി നമുക്ക് ടൈ അടിച്ച് റെഡിയാക്കാം കേട്ടത്. ഗൈസ് നമ്മളിത് അവിടെ ഇങ്ങനെ LED പാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 3 പാറും കൂടി ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിതാ XLR-8 LED പാറിൽ പാച്ച് ചേർക്കാം കേട്ടോ. ഗൈസ് നമ്മളിതാ 4 LED പാർ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അവിടെ പിന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കിയുള്ളവർക്ക് പോയി കളിക്കണം. നമ്മൾ ഇവിടെ പിന്നടിക്കുക, അത് കുറേ ടാപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പിന്നടിച്ച വയറും കൊണ്ട് ആദ്യം നമ്മൾ 2 റൗണ്ട് ടാപ്പ് അടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ വയർ വെച്ചിട്ട് ഒന്നുകൂടി ടാപ്പ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അതേമാതിരി ചെയ്തിട്ടുണ്ട്. ഇനിതാ 1 2 ഇനി 3 LED പാർ നമുക്ക് പാച്ച് ചെയ്യാനുണ്ട് കേട്ടോ. പാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെയ്യാണ്ട് പിന്നെ നമുക്ക് ഒക്കെ ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ ലൈറ്റുകൾ ചാർജ് ചെയ്തു. പിക്സൽ ബൾബുകൾ ഇതാ കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോയെന്നറിയില്ല, ചെറിയൊരു ഗ്ലോ ഉണ്ട്. അപ്പോൾ LED പാർത്ത് അവിടെ ഓണായി ഒരു പേഴ്സണാലിറ്റി മാറി കിടക്കണോണ്ടേ ഇന്ന് 2 വാമ അവിടെ കത്തുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത് 200 വാട്ട്സിന് 100 വാട്ട്സ് കത്തുള്ളൂ പറഞ്ഞ് പകുതി കത്തുന്നുണ്ട്, നടുവത്തെ കത്തുന്നുണ്ട്, ബാക്കി 2 കത്തുന്നുണ്ട്. ഇത് പിന്നെ ഇതെന്താ വെച്ചാൽ പിന്നെ ചെറുതായിട്ടൊന്ന് കയ്യിൽ പരസി ആണ്. ഇപ്പോൾ നമ്മളവിടെ മൂച്ചിക്കൊരു ഫുള്ളുണ്ട്, ഗ്രീൻ കൊടുത്തിട്ടുണ്ട്, അത് മറ്റേ ഇവിടെ. അപ്പോൾ ഒക്കെ പെർഫെക്റ്റായി കൊടുത്തിട്ടുണ്ട്. ലേസർ നമ്മൾ വേറെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക്
ഇത് LED പാരകൾ നമ്മളുടെ LED പാരകളൊക്കെ പാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ DMXക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാല് LED പാര ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് വേറെ വേറെ പേഴ്സണാലിറ്റി ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഫെഡർ വെക്കുമ്പോൾ ചുമപ്പ് കളർ വന്നു. രണ്ടാമത്തെ ഫെഡർ വെക്കുമ്പോൾ ഗ്രീനായി. ഗ്രീൻ ഒരു ലൈറ്റ് ഗ്രീനൊക്കെ ആയി. പിന്നെ വൈറ്റായി. മൂന്നായിരത്തി ആണിപ്പോൾ ഇനി നമുക്ക് പാച്ച് ചെയ്തിടാം. നമ്മളിതാ അങ്ങനെ നമ്മൾ DMXൽ ചേസിങ് ചെയ്ത് മൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ DMX പെரிய സ്പീഡാണ്. നമുക്കൊന്ന് കാണാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. നമുക്ക് സൗണ്ട് സിസ്റ്റം കൂടി വെക്കാൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളിതാ സ്റ്റുഡിയോ മാസ്റ്ററുടെ മോണിറ്ററും നമ്മൾ NXOD എന്ന് പറഞ്ഞ മിക്സറും അവിടെ പാച്ച് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് അതിലേക്ക് അടക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ നേരെ നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ സ്റ്റുഡിയോ മാസ്റ്റർ B400 എന്ന് പറയുന്ന മോണിറ്റർ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ സ്റ്റുഡിയോ മാസ്റ്ററുടെ മോണിറ്ററിൽ ജാക്ക് കുത്തി പിന്നെ നമ്മളിതാ നേരെ മിക്സറിക്ക് വരുന്നത്. മിക്സർ എന്ന് പറയുന്ന NXODയുടെ മിക്സർ വെച്ചിരിക്കുന്നു കേട്ടോ. ഇവിടെ ഇതിലിപ്പോൾ ആണെങ്കിൽ നമുക്ക് ഓക്സിലും കുത്താം, അല്ലെങ്കിൽ മെയിൻ LRലും കുത്താം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുത്തുന്നത് പറഞ്ഞാൽ മെയിൻ LRലാണ്. ഓക്കെ, പിന്നെ നമുക്ക് മിക്സർക്ക് AC കൊടുക്കണം. AC കൊടുത്തിട്ട് വേണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റുഡിയോ മാസ്റ്ററിൻ്റെ മോണിറ്റർ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. വോളിയം ഫുൾ ഇട്ടു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റുഡിയോ മാസ്റ്ററിൻ്റെ മോണിറ്റർ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. വോളിയം ഫുൾ ഇട്ടു. പിന്നെ നമുക്ക് മിക്സറിലേക്ക് അടക്കാം. മിക്സർ ഇതാ പവർ ഓൺ ആക്കി. അപ്പോൾ നമ്മൾ മെയിൻ കയറ്റി മൈക്ക് ഹലോ നമുക്കിനി എഫക്ട്സ് ഒക്കെ ഇട്ട് നമുക്ക് ശരിയാക്കിയിട്ട് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബിരുവിലുന്നാൾ ആശംസിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. Allahu Akbar, Allahu Akbar, Allahu Akbar, La ilaha illallah, Allahu Akbar, Allahu Akbar, Walillahil